നമുക്ക് ഈ ഒരു സൺഫ്ലവർ ഉണ്ടാക്കിയാൽ അതിന് വേണ്ടിയിട്ട് ഹോം മെയ്ഡ് കോൾ പോർസിലിൻ ക്ലേ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലൊരു ചെറിയ പീസ് എടുത്ത് നമ്മുടെ സൺഫ്ലവറിൻ്റെ നടുപോലത്തെ ഭാഗത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പിഗ്മെൻറ്റേഷൻ തരുന്ന ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സോഫ്റ്റ് പേസ്റ്റൽസാണ് യൂസ് ചെയ്യുന്നത്. അതിലൊരു ബ്ലാക്ക് ബ്രൗൺ പോലത്തെ കളർ എടുത്തതിന് ശേഷം ക്ലേയിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത് ചേർത്തപ്പോൾ ക്ലേൻ്റെ കൺസിസ്റ്റൻസി മാറി ഞാൻ മിക്സ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഒട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ തേച്ചതിന് ശേഷമാണ് പിന്നെ മിക്സ് ചെയ്യാൻ തുടങ്ങിയത്. കയ്യിൽ കുറച്ച് എണ്ണ ഇട്ടതിന് ശേഷം ക്ലേ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു റൗണ്ട് ഷേപ്പാക്കി. പെറ്റൽസിന് വേണ്ടിയിട്ട് നമ്മുടെ പിസ്താഷെല്ലാണ് യൂസ് ചെയ്യുന്നത്. കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് കുത്തി കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആദ്യം ഞാൻ 2 വിരലിൻ്റെ ഇടയിൽ പിടിച്ച് കുത്തി കുളമായതാണ് ആ സൈഡ് കിടക്കുന്നത്. അപ്പോൾ ഒരു റൗണ്ട് ചെയ്തതിന് ശേഷം പിന്നെ 2 എണ്ണത്തിൻ്റെ ഇടയിൽ ഓരോന്നെന്നുള്ള രീതിയിൽ പിന്നെ ഒരു റൗണ്ടും കൂടെ ഇങ്ങനെ പെറ്റൽസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫ്ലവർ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് പെന്നുകൊണ്ട് കുറച്ച് കുത്തി കൊടുക്കാം. അപ്പോൾ കളറുള്ള പെന്നാണ്, പക്ഷേ ഡാർക്ക് കളറായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഫ്ലവർ ശരിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീഫ് ഉണ്ടാക്കാം. പിസ്താഷെല്ല് ഹോട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 അപ്പുറം എന്നുള്ള രീതിയിൽ 3 എണ്ണമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. 2 സെറ്റ് ഉണ്ടാക്കണം. 2 ഇല അപ്പുറത്തും വേണ്ടിയിട്ടാണ്. അപ്പോൾ സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കിത് അസംബിൾ ചെയ്യാൻ വേണ്ടി ഞാനൊരു കർപ്പൂരത്തിൻ്റെ പെട്ടിയാണ് എടുത്തത്. അടിയിൽ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം മേലെ ക്ലേ വെച്ചിട്ട് മണ്ണ് പോലെ ആക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെക്കാൻ വേണ്ടി ഞാൻ ഈർക്കിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ബാംബൂ സ്റ്റിക്കോ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലവർ അതിലേക്ക് ഇറക്കി കൊടുക്കാം. 2 സൈഡിൽ ലീഫ് ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ചട്ടി ഒന്ന് കവർ ചെയ്തെടുക്കണം, അല്ലേ ആ പേപ്പറൊക്കെ പുറത്ത് കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജ്യൂട്ട് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ചാക്ക് നൂല് വെച്ചിട്ടൊന്ന് കവർ ചെയ്യുന്നു. അപ്പോൾ ഇത് സാധനമൊക്കെ വാങ്ങുമ്പോൾ അമ്മ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതിങ്ങനെ കെട്ടി വെച്ച് കുറേ കെട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ആ കെട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് വൃത്തിയാക്കാം. ഇനി നമുക്ക് കളർ ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ മെയിൻ കളറായ മഞ്ഞ ഇല്ല, ഉടങ്ങിപ്പോയി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അടിക്കാമെന്ന് വെച്ച് ബാക്കിയുള്ളതൊക്കെ അടിച്ചു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, എൻ്റെ കയ്യിലൊരു ഗോൾഡൻ കളർ ഉണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞക്ക് പകരം തൽക്കാലം ഗോൾഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് ഗോൾഡൻ കളറാണ് നമ്മൾ പെറ്റൽസിന് വേണ്ടിയിട്ട് അടിച്ചു കൊടുത്തത്. അപ്പോൾ ഗോൾഡൻ കളർ വെച്ച് അടിച്ചു കൊടുത്ത് അപ്പോൾ ഫൈനൽ ലുക്ക് കാണാം. ഇതാണ് ഫൈനൽ ലുക്ക്. പക്ഷേ ഇല കാണുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ മണ്ണ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ?